നമസ്കാരം. ജാക്സൺ യുഗത്തി. നമ്മൾ കെ എം എബ്രഹാം എന്ന് പറയുന്ന നമ്മുടെ മുൻ ആ, മറ്റേ ചീഫ് സെക്രട്ടറി റാങ്കിലിരുന്ന ആളാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനെതിരെ ജോമോൻ പുത്തമ്പരക്കൽ എന്ന് പറഞ്ഞ നമ്മുടെ അഭയ കേസിൻ്റെയൊക്കെ ഫെയിം ആയിട്ടുള്ള ആൾ ഒരു ആ, ഒരു ആഡ് ലൈക്ക് കേസ് കോടതിയിൽ കൊടുക്കുന്നു, വരവിൽ കവിഞ്ഞ സമ്പാദ്യമുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ആ കേസിൽ CBIക്ക് അന്വേഷിക്കാനായിട്ട്, അതായത് പ്രഥമ ദൃഷ്ട്യാ കേസ് ഉണ്ട്, അതിൽ ഫാക്റ്റ് ഉണ്ട് എന്ന് കണ്ടാൽ മാത്രമാണ് CBI അന്വേഷണത്തിന് വേണ്ടിയിട്ടൊക്കെ കോടതി വിടുകയുള്ളൂ. അല്ലാണ്ട് കോടതി വെറുതെ വിടില്ല. പക്ഷെ നമ്മുടെ നാട്ടുകാർക്ക് ബോധമില്ലാത്തതുകൊണ്ടും പാർട്ടി അണികൾക്ക് ഒട്ടും ബോധമില്ലാത്തത് കൊണ്ടും ഇതൊക്കെ പറയാൻ പറ്റും എന്നുള്ളതാണ്. ഏതാണ്ട് ഇയാൾ അന്നിപ്പോൾ ഈ KM അബ്രാഹാം ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക്. ഗൂഢാലോചന നടക്കുന്നു എനിക്കെതിരെ, അതായത് കോടതിക്ക് ഈ പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് തോന്നി CBI അന്വേഷണം നടത്താനായിട്ട് ഉത്തരവിട്ട കേസിൽ KM അബ്രാഹാമിന് പറയാണ് എനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ട്, അതുകൊണ്ട് അത് അന്വേഷിക്കാനായിട്ട് അപ്പോൾ മുഖ്യമന്ത്രിയോട് പറയുന്നു. മുഖ്യമന്ത്രിയുടെ അവസ്ഥ നമുക്കറിയാലോ, അതായത് ഈ കൈക്കൂലി മേടിച്ചാൽ അതിന് GST കൊടുക്കുകയും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി ഇപ്പോൾ KM അബ്രാഹാമിന് ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ടോ, അതോ മുമ്പ് ഈ KM അബ്രാഹാം ആണോ മുഖ്യമന്ത്രിക്ക് ഉപദേശം കൊടുത്തതെന്ന് അറിയില്ല. ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, താൻ കൈക്കൂലി മേടിച്ചതിന് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ട് അതിന് ഇൻകം ടാക്സ് അടച്ചാൽ മതി, അപ്പോൾ പിന്നെ അത് അഴിമതി പണമല്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയാണല്ലോ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്. കാരണം ഇത് ഈ പാർട്ടിക്ക് ഇനിയിപ്പോൾ അത് ന്യായീകരിച്ചല്ലേ പറ്റുള്ളൂ. കാരണം ഇപ്പം ഇങ്ങോട്ട് പറഞ്ഞാൽ അതേ ന്യായം അങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ട് ന്യായീകരിക്കേണ്ട അവസ്ഥ വരും. കാരണം ഈ പെൻഷൻ ആയതിനു ശേഷം ഈ അഴിമതിക്കാരനായതുകൊണ്ട് മാത്രം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പിടിച്ചു നിർത്തിയിട്ടുള്ള, അങ്ങനെ അയാൾ പുറത്തു പോയ പ്രശ്നമാണ്, അതുകൊണ്ട് പിടിച്ചു നിർത്തിയിട്ടുള്ള നമ്മുടെ ശിവശങ്കറിൻ്റെയൊക്കെ പോലെ ജയിലിലേക്ക് കിടന്നാലും ശിക്ഷിച്ചാലും മറ്റേ പാർട്ടി പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, കോടതി ഒരു വ്യക്തിയെ കുറ്റവാളിയായി ശിക്ഷിച്ചത് കൊണ്ട് പാർട്ടി അങ്ങനെ കാണണമെന്ന് ആവശ്യമില്ല എന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞു വെച്ചുള്ളത്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലുള്ള CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടാണ് പറയുന്നത്. അപ്പോൾ നമുക്കതിലൊന്നും ചെയ്യാനില്ല. കാരണം വോട്ട് ചെയ്തിട്ട്, നമ്മൾ വരി നിന്ന് വോട്ട് ചെയ്തിട്ട് ഇതൊക്കെ സമ്മതിച്ചു കൊടുക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പരാതി പറയാനായിട്ടുള്ള സ്പേസ് ഇല്ല. കാരണം പരാതി പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സാധനത്തിന് ആദ്യമേ ഡീൽ ചെയ്യാൻ പറ്റണമായിരുന്നു. നമ്മൾ ഇവർക്ക് വോട്ട് ചെയ്യില്ല എന്ന് തീരുമാനിക്കണം. അത് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. മൂന്നാം പിണറായി സർക്കാർ നിർബന്ധമായി വന്നേ പറ്റുള്ളൂ. ഞാനത് ഉറക്കെ പ്രഖ്യാപിക്കാൻ, ഗോവിന്ദച്ചാമിയാണ് എൻ്റെ മണ്ഡലത്തിൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ പോലും ഇപ്രാവശ്യം ഞാൻ അവർക്ക് വോട്ട് ചെയ്യുള്ളൂ. ഐ ഡോണ്ട് കെയർ. എനിക്കത് ആരായാലും പ്രശ്നമുള്ള കേസല്ല, ഞാൻ അവർക്ക് വോട്ട് ചെയ്യും. കാരണം അടുത്തൊരു പിണറായി സർക്കാർ ഇവിടെ വന്നേ തീരൂ. ഇവർക്ക് ഇവർക്ക് ഇപ്പോഴും നിൽക്കുന്ന ബാക്കിയുള്ള സാധനമല്ല, അതങ്ങ് തീരുന്ന പോലെ ഇവർ മുന്നോട്ട് പോകണം. ഇവർക്ക് 1 രൂപ കൂടുതൽ ഉണ്ടാക്കാൻ അറിയില്ല. ഇവർക്ക് എങ്ങനെ നശിപ്പിക്കാൻ അറിയുള്ളൂ, ഉണ്ടാക്കാൻ അറിയില്ല. അവർ വീണ്ടും ഭരിച്ച് ഇവിടെ എന്തോരം ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് കാണുക തന്നെ വേണം. പിന്നെ മോദി സർക്കാർ ചെയ്തു, മറ്റേ സർക്കാർ ചെയ്തു,